ഇന്ന് രാവിലെ പ്രമോദറിൻ്റെ വണ്ടി വിളിച്ചിട്ടുണ്ടല്ലോ. ഞാൻ പോണത് ഒരു കല്യാണം കൂടാനാണ്. കല്യാണം എൻ്റെ നാട്ടിലാണ്, അതായത് നമ്മളെ കോഴിക്കോട്. ഈ കോഴിക്കോട് പോകാൻ കിട്ടുന്ന ഒരു ചാൻസ് ഉണ്ടല്ലോ ഞാൻ കളയാറില്ല കേട്ടോ. എന്താ വെച്ചാൽ അത്രയ്ക്ക് ഇഷ്ടം എൻ്റെ കോഴിക്കോടും അവിടുത്തെ ആൾക്കാർ. അത് അങ്ങനെ തന്നെയല്ലേ, നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലം നമുക്ക് എന്നും പ്രിയപ്പെട്ട തന്നെ ആവില്ലേ. കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ട് കുറച്ച് മുല്ലപ്പൂവും വാങ്ങിയിട്ട് നേരെ പോയത് റെയിൽവേ സ്റ്റേഷനിലേക്കാട്ടാ. നേരത്തെ കാലത്ത് സ്റ്റേഷനിൽ എത്തിയ കാരണവും പിന്നെ കുറച്ച് വിശപ്പിൻ്റെ കാരണം കൊണ്ട് ഓരോ ഗ്ലാസ് ചായയും ഓരോ കടിയും കഴിച്ചിട്ട് കുറച്ച് നേരം ഞങ്ങൾ ട്രെയിനിന് കാത്തിരുന്നേ. അങ്ങനെ ട്രെയിൻ വന്നപ്പോഴേ ട്രെയിനിൽ സീറ്റ് കിട്ടിയ കാരണം പിന്നെ വർത്തമാനത്തിന് 3 ആളും പുറകോട്ടല്ലാത്ത കാരണം ഉണ്ടല്ലോ, കോഴിക്കോട്ടേക്കുള്ള ഒരു ദൂരമൊന്നും ആയിരുന്നില്ലേ. അങ്ങനെ എൻ്റെ നാട്ടിലെത്തിയ അവിടെ നിന്ന് ഇറങ്ങിയിട്ടേ ഈ തുള്ളിച്ചാടുന്ന മീറ്ററുള്ളൊരു ഓട്ടോറിക്ഷയും വിളിച്ചിട്ട് നേരെ ഞങ്ങൾ പോയത് എരഞ്ഞിപ്പാലം രായച്ചൂർ റോഡിലുള്ള എൻ്റെ അച്ഛൻ്റെ പെങ്ങളെ വീട്ടിലേക്കാട്ടാ. അച്ഛൻ്റെ പെങ്ങളെ മോളെ കല്യാണമാണ് ഇന്ന്. തലേന്നേ വന്ന് പങ്കെടുക്കുന്ന കല്യാണമാണെങ്കിലും ഉണ്ടല്ലോ ഓരോരോ ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾക്ക് ഇന്നാണ് വരാൻ പറ്റിയത്. അങ്ങനെ ഞങ്ങൾ ചെന്ന സമയത്ത് പെൺകുട്ടി അനുഗ്രഹം അങ്ങനെ ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എൻ്റെ അമ്മയ്ക്കും ചാൻസ് കിട്ടി അവൾക്ക് അനുഗ്രഹം കൊടുക്കാനായിട്ട്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും കല്യാണ ചെക്കൻ എത്തിയ പിന്നെ ചെക്കനെ സ്വീകരിച്ചിട്ട് മണ്ഡപത്തിലേക്ക് ഇരുത്തിയിട്ടുണ്ടായിരുന്നേ. കല്യാണ പെണ്ണ് മണ്ഡപത്തിലേക്ക് എത്തുന്ന സമയത്ത് ലച്ചും കൂട്ടുകാരും കൂടിയിട്ട് ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കല്യാണത്തിന് വന്ന പൂജാരിയുടെ കുറച്ച് പൂജയൊക്കെ കഴിഞ്ഞപ്പോൾ താലിയായിട്ട് നല്ല ഭംഗിയായിട്ട് നടന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ അവരെ ഫോട്ടോഷൂട്ട് ഒരു സൈഡിൽ നടക്കുമ്പോൾ അപ്പുറത്തെ സൈഡിൽ ഭക്ഷണം കൊടുക്കാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. ഇന്നത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റിയാണേ. കാരണം ഉണ്ട് കേട്ടോ, പണ്ടൊക്കെ ഞാൻ ചെറുതാവുന്ന ടൈമിൽ അച്ഛനും അമ്മയും തല്ലിടുന്ന ടൈമിലൊക്കെ അച്ഛൻ എപ്പോഴും അമ്മേനെ കളിയാക്കിയിട്ട് പറയുന്നുണ്ടായിരുന്നേ, എൻ്റെ നാട്ടിൽ കല്യാണത്തിന് ഉണ്ടാവുക ഉണക്കച്ചെമ്മീൻ്റെ കറിയില്ലേ എന്നുള്ളത്. സത്യം തന്നെയായിരുന്നു കേട്ടോ. ചെറുതാവുന്ന ടൈമിൽ അമ്മയുടെ കൂടെ ഞാനും വന്നിട്ടുണ്ടായിരുന്നു കുറേയൊക്കെ പൊന്നാനിയിൽ കല്യാണമൊക്കെ കൂടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ടൈമിൽ നമുക്ക് തലേ ദിവസമൊക്കെ എപ്പോഴും ഉണ്ടാവുക ചോറും ഈ ഉണക്കച്ചെമ്മീൻ്റെ കറിയാവും. പക്ഷെ അതേ സമയത്ത് എൻ്റെ നാട്ടിൽ നമ്മളൊരു പാവപ്പെട്ട ആൾക്കാരായാലും അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആയാൽ പോലും തലേ ദിവസം ചിക്കൻ ഇല്ലാത്തൊരു കല്യാണം ഉണ്ടാവില്ല. അതുപോലെ തന്നെ കല്യാണത്തിൻ്റെ അന്നും അമ്പലത്തിലല്ല കല്യാണം എന്ന് വെച്ചാൽ ഉറപ്പായിട്ടും ഈ ആളെയും ചോറിൻ്റെ കൂടെ എന്തായാലും വിളമ്പുക. പിന്നെ അതിൻ്റെ സൈഡ് ഡിഷായിട്ട് ഒരു പരിപ്പും ചേനക്കറിയും ഉണ്ടാവും. എന്നാൽ പായസം ഉണ്ടാവാതിരിക്കുമോ? അതുമില്ല, പായസവും നിർബന്ധമാണ്. അങ്ങനത്തെ ഫുഡുള്ള കല്യാണം നിങ്ങളുടെ നാട്ടിൽ നടന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഫുഡടിയും കഴിഞ്ഞിട്ടേ ചെക്കനും പെണ്ണും വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് തൊട്ട് പിന്നാലെ ഞങ്ങളും എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഇറങ്ങുന്ന ടൈമിൽ എൻ്റെ ചെരുപ്പൊന്നും പൊട്ടി. എൻ്റെ മനസ്സ് പോലെ തന്നെ മിഠായിത്തെരുവ് പോയിട്ട് കറങ്ങാനുള്ളൊരു വകുപ്പ് കിട്ടിയെന്ന് അർത്ഥം. അങ്ങനെ ഞങ്ങൾ 3 ആളും കൂടി മിഠായിത്തെരുവിലൊക്കെ പോയി ചെരുപ്പും വാങ്ങി ഓരോരോ ജ്യൂസും കുടിച്ചിട്ട് പിന്നെ ട്രെയിൻ കയറാനായിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നേ. ഇന്ന് ഞങ്ങൾ വന്ന പോലെയല്ല തിരിച്ചു പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ വരുമ്പോൾ സീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ സീറ്റിന് അവിടെ തല്ലായിരുന്നു. അത്രയ്ക്ക് ഞാൻ നിന്നുകൊണ്ടാണ് യാത്ര ചെയ്തിട്ട് പൊന്നാനി വരെ എത്തിയത്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് എൻ്റെ അമ്മയ്ക്കും മേമയ്ക്കും സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ യാത്ര അവസാനിച്ചിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും തന്നെ സപ്പോർട്ട് ചെയ്യുക.